വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഒറ്റ മൈൻഡിൽ തൃശ്ശൂർ പൂരം കാണാൻ പോവുകയാണ്. ഈ ചലച്ചോണ്ടിരിക്കുന്നതാണ് കാശി, പിന്നെ അപ്പുറത്തിരിക്കുന്ന അനന്തു, പിന്നെ ചസ്ന, പിന്നെ ഒരാളോട് ഉണ്ട് ജോവിറ്റ. അവൾക്ക് വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ചസ്ന ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റാണ് പുള്ളിക്കാരത്തി. നമ്മൾ സൗത്തിൽ നിന്നാണ് ട്രെയിൻ കയറുന്നത്. അവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്കും. എങ്ങനെ പോകുമെന്നുള്ള ഡൗട്ടിലായിരുന്നു നമ്മളെല്ലാവരും. നമ്മൾ തൃശ്ശൂരിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നാ ചൂടും വെയിലും വന്നേ. അപ്പം നമുക്ക് അവിടെ നിന്നൊരു വിഷറ് കിട്ടി. നമ്മളതുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഇതൊക്കെ ഞാനൊരു ആനക്കുട്ടനെ കണ്ട അവൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരുന്നു. അപ്പം അവർ വന്ന് വിളിച്ചിട്ട്, എടി ഇതൊരു ആനയല്ലേ ഉള്ളൂ, അവിടെ ഇഷ്ടം പോലെ ആന നിൽക്കുന്നുണ്ട്, ഈ ബാ നമുക്ക് അവിടെ പോയി കാണാമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും കുടമാറ്റം നടന്നുകൊണ്ടിരിക്കുമായിരുന്നേ. വന്ന് ആദ്യത്തെ ഒരു മിനിറ്റ് നമ്മളിങ്ങനെ നിന്നെങ്കിലും ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളും ആ ഒരു വൈബിലേക്ക് എന്നെയും തെറ്റ് പറയാൻ പറ്റത്തില്ല. ഞാനും ആദ്യമായിട്ടാണ് ഇത്ര ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്കോട്ട് പോകുന്നതും. ഹോസ്റ്റലറായതുകൊണ്ടും നമുക്ക് നേരത്തും കാലത്തും ചെന്ന് കയറേണ്ടത് കൊണ്ടും നമ്മളിത് അവിടുന്ന് പോന്നു. അപ്പോഴാണ് ഒരു നിരാശകാമുകനെ കണ്ടത്. പാവമുണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ ആലുവ വന്നിറങ്ങി. ആലുവയിൽ നിന്ന് പിന്നെ ജോവിറ്റ ആലുവക്കാരിയാണ്. അപ്പോൾ അവൾക്കൊരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവളെയും വിട്ടിട്ട് നമ്മൾ ആലുവയിൽ നിന്ന് അടുത്ത ബസ് കയറി എടപ്പള്ളിയിലോട്ട്. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ എടപ്പള്ളിയിലെ ബ്ലോക്കാണ് ബ്ലോക്ക്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. ടാറ്റ ബൈ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.